ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറോഡോ നാരോഡോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 56 ആണ്. സീസൺ 2 എപ്പിസോഡ് നമ്പർ 4 ആണ്. റൈവൽസ് ഗ്യാദർ എന്ന എപ്പിസോഡാണ്. അടിപൊളി എപ്പിസോഡാണ്. ട്യൂണിൻ എക്സാമൊക്കെ കാണിക്കുന്ന എപ്പിസോഡാണ്. ബൊറോട്ടോയിൽ ഒരുപാട് എപ്പിസോഡ് നീണ്ടു നിന്ന ഒരു ഇതായിരുന്നു ട്യൂണിൻ എക്സാമിൽ ഈ പാർട്ടൊക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് ഹിമവാരയും ഹിനാറ്റയും കൂടെ നമ്മളുടെ ബൊറോട്ടോനെ നമ്മളുടെ ട്യൂണിൻ എക്സാമിന് പറഞ്ഞു വിടാണ്. നമ്മളുടെ ട്യൂണിൻ എക്സാമിൻ്റെ ഫസ്റ്റ് ലെവലിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നാറൂട്ടോയും സായിയും നമ്മളുടെ ഷിക്കമാറും ഒക്കെയാണ് ഇതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം ടഫായിട്ടായിരിക്കും എക്സാം കൊടുക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് ഗ്യാദർ ആയേക്കാണ്. എല്ലാ വില്ലേജിലെ ആൾക്കാരും ഉണ്ട്. അപ്പോഴത്തേക്കും ഈ പിള്ളേരാണെങ്കിൽ അവിടെ ചുമ്മാ നിൽക്കാതെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വില്ലേജ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ ചെന്നിരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന പിള്ളേരെ നോക്കി ഇവൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇവൻ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയത്തില്ലേ. അപ്പോഴത്തേക്കും ഹിഡൻ മിസ്റ്റ് ഉള്ള പിള്ളേരെയൊക്കെ ഇവർ നോക്കുന്നുണ്ട്. അവർ 3 പേരാണ്, സനാമി, മിക്കനാമി, ടകനാമി. ഇവരുടെ പ്രത്യേകത ഇവരുടെ അറ്റാക്കിങ്ങോ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല. ഇവരുടെ പ്രത്യേകത ഇവരെ 3 പേരെ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. ഈ മിക്കനാമി എന്ന് പറയുന്ന ഒരുത്തിന് മാത്രം മുടിക്ക് ചെറിയ നീല കളർ കൂടുതലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ, ബാക്കി 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ സുമിറെ പറയാണ്, ഞാൻ വണ്ടടിച്ച് തണ്ടറായി നിൽക്കുകയാണ്. കാരണം ഇവരെന്ത് ടൈപ്പ് ജുഡ്സു ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്, എന്ത് ടൈപ്പ് നിഞ്ച ആർട്ടായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അതേസമയം മെറ്റല്ലി, യുവാബെ, അതുപോലെ തന്നെ ഡെങ്കിനെ കാണിക്കുകയാണ്. അവർ ടീം ഗെൻബുവിനെ നോക്കി വെക്കുകയാണ്. അതായത് മെറ്റല്ലി പറയാണ്, അതായത് ഇവരെ കണ്ടിട്ട് അത്ര ഇതായിട്ട് തോന്നില്ലല്ലേ എന്ന്. പക്ഷേ നമ്മളുടെ യുവാബെ ഉറപ്പിച്ച് പറയാണ്, ഇവന്മാരെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. അവർക്ക് ഹിഡൻ സ്ട്രെങ്ത് ഉണ്ട്, ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, ഒരു ട്രാപ്പിലും വീഴാതെ അങ്ങനെയായിരിക്കും ടീം ഗെൻബു പോകാൻ പോകുന്നത്. ദുരൂഹം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ വന്ന് പറയണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ഇതൊക്കെ സിമ്പിളായിട്ട് കൊണ്ടുപോകാന്ന്. ഇത് ആരായി പറയണേന്ന് പറഞ്ഞാണ് നമ്മളുടെ സറാട നിൽക്കുന്നത്. അതിന് ശേഷം നമ്മളുടെ ഷിക്കമാറ് വിളിക്കുന്നുണ്ട്. ഹിഡൻ മിസ്റ്റ്, ഹിഡൻ സ്റ്റോൺ, ഹിഡൻ സാൻഡ്, ഹിഡൻ ലീഫ്, എല്ലാവർക്കും ഇവിടെ വെൽക്കം ചെയ്യാണ്. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ആദ്യമായിട്ടല്ല യുദ്ധമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ട്യൂണിൻ എക്സാം ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ എക്സാമിൻ്റെ ആ ഒരു ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ലെവലിലുള്ള എക്സാം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു എക്സാം നടക്കാൻ പോകുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ നമ്മളുടെ ചോജോ ചിപ്സ് ഇന്നാണ്. ബൊറൂട്ടോയ്ക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറു പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് വിടുന്നുണ്ട്. ഫസ്റ്റ് ലെവലിൽ നടക്കാൻ പോകുന്നത് അത് സായി പിന്നെ പറയും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ടീം പ്ലാൻ ചെയ്യോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് ഷിക്കമാറു അവസാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, നമ്മളുടെ വില്ലേജിൻ്റെ ആ ഒരു സംഭവം കാണിക്കാനും നിങ്ങൾ ആരാന്ന് കാണിക്കാനും ഒക്കെ ഒരു അവസരമാണെന്ന്. അതിനുശേഷം സറാഡ ഭയങ്കര ടെൻഷനിലാണ്. ഇങ്ങനെ ചെയ്യും, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ബൊറൂട്ടോ ബർഗർ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സറാഡയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ബൊറൂട്ടോ ആണെങ്കിൽ പറയണം ആദ്യം വയറ് നിറയ്ക്കണം എന്നിട്ടാണ് ഇതെന്ന്. മിറ്റ്സുക്കി ആണെങ്കിൽ ലേറ്റുമാണ്. അതുകൊണ്ട് ഇവരുടെ ടീമിൻ്റെ പ്ലാനിങ് അങ്ങനെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ യുറൂമി, ടൊറോയ് എന്ന് പറയുന്ന യുറൂമി ടീം വരുന്നത്. അപ്പോൾ ഇവന്മാർ വന്നിട്ട് ചുമ്മാ ബൊറൂട്ടോടെ ചൊറിയാൻ തുടങ്ങാണ്. നീ ഞങ്ങളുടെ കൂടെ സീറ്റ് സ്വിച്ച് ചെയ്യണം, അതായത് ഞങ്ങളങ്ങ് മൂലയ്ക്കാണ്, അവിടെ ഒരു വിൻഡോ വ്യൂ ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോയി അവിടെ ഇരി, കാരണം നിങ്ങൾ 2 പേരും ഞങ്ങൾ 3 പേര്. അത് പറഞ്ഞപ്പോഴാണ് നീ ആ ഒരു നാറൂട്ടോ ഹൊക്കാഗെയുടെ മോനാണ് അല്ലേ, അതിൻ്റെ എല്ലാ പൊളപ്പും നീ കാണിക്കുന്നുണ്ട്, മാറി നിൽക്ക് മോനെ ബൊറൂട്ടോ എന്ന രീതിയിൽ ഇവൻ പറയാണ്. എന്നാൽ യുറു ഇങ്ങനെ പറയുമ്പോൾ ടറോയും ടൊറോയും എന്ത് ചെയ്യണം, പിടിച്ചു മാറ്റണം. ഈ ടറോയും ടൊറോയും നോക്കിക്കൊണ്ടിരിക്കുന്ന യുറോയി പറയുന്നത്. അങ്ങനെ ടറോയുടെ മർത്തം ഞാനൊരു പിങ്ക് ഹാർഡ് കൊടുത്തിട്ടുണ്ട്, അതൊരു പെങ്കൊച്ചാണ്, അതുകൊണ്ടാണ് കേട്ടോ. യുറോയി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് ഇതിനുള്ള ഇതൊന്നുമില്ല, നീ ചുമ്മാണ് ഇതിനകത്ത് കയറിയത്, നിനക്ക് ഒരു ഇതുമില്ല, കഴിവില്ല, ഒന്നുമില്ല, ചുമ്മാ ഹൊക്കാഗെയുടെ മോനെന്നൊരു രീതിയിൽ കയറിയതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. മിറ്റ്സുക്കി മനസ്സിലായ അടിയാവുന്നത്. അങ്ങനെ മിറ്റ്സുക്കി അടുത്ത് ചെന്നിട്ട് നിങ്ങൾ വഴക്ക് കൂടരുത്, ഇപ്പോഴും വഴക്ക് കൂടരുത്, നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അടുത്തെത്തുന്നുണ്ട്. മിറ്റ്സുക്കി എത്തിയോണ്ട് തന്നെ 3 പേരായി. ഇനി അവരൊക്കെ അവിടെ ഇരിക്കാൻ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളു. അപ്പോൾ ബാക്കി എല്ലാവരും ഗെൻബു ആയിക്കോട്ടെ, യുറോയുടെ ടീം ഇങ്ങനെ വഴക്ക് കൂടുന്നില്ലേ, അത് ഷിൻക ബ്രദേഴ്സും എല്ലാവരും, അത് 3 ട്രിപ്ലെറ്റ്സ് ഉള്ളു, അവരെ കണ്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളു. അപ്പോൾ മിറ്റ്സുക്കി ആണെങ്കിൽ പിടിച്ചു മാറ്റാൻ പോകുന്ന സമയം പെട്ടെന്ന് വേറെ എവിടെന്നോ കറുത്ത ഒരു പാമ്പിനെ പോലത്തെ കൈകൾ നീണ്ടു വന്ന് പിടിക്കുകയാണ്. ആരാ നോക്കിയ
ഷിൻകി പറയുന്നുണ്ട്, മതി നിർത്ത്, നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത്തും നിങ്ങളുടെ വീക്ക്നെസ്സും അല്ലാതെ നിങ്ങൾക്ക് വെല്ലുവിളിക്കണമെങ്കിൽ അത് ഇവിടെ അല്ല നിർത്തേണ്ടത്. നിങ്ങൾ ചുന്നിന് എക്സാമിൽ ആ സ്ട്രെങ്ത്തും സംഭവങ്ങളൊക്കെ കാണിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ഫൈറ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു പോയിന്റും ഇല്ല, യൂസ്ലെസ് സംഭവമാണ്. ചുമ്മാ ഞങ്ങളുടെ ടീമിൻ്റെ ആ ഒരു സമയം കൂടെ കളയരുത്, ബാക്കിയുള്ളവർ മുമ്പ് വില കളയരുത്, നിങ്ങളത് ചെയ്യരുത്. ഇത് എല്ലാ വില്ലേജിനും ബാധിക്കുന്ന കാര്യമാണെന്ന് അത് മനസ്സിലാക്കി നിൽക്കാൻ പറയാണ്. ഇവന്മാർ വഴക്ക് നേരത്തെ പോയോ എന്ന് ചോദിച്ചാൽ പോയി, പക്ഷെ എന്നാലും അവിടെ ഇരിക്കുമോയെന്നും പറഞ്ഞ് യുറോയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ സറാടെ ചോദിക്കുകയാണ്, വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുമോ എന്ന്. അപ്പം തന്നെ പോയിരിക്കുകയാണ്, ഇത് ആദ്യമേ മതിയായിരുന്നു. എന്നിട്ട് സറാഡ ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവ യുറോയിൽ പോയതിനു ശേഷം, അതായത് വന്നത് ഷിൻകിയാണ്, അവനാണ് ഗാറയുടെ മോൻ, അപ്പോൾ അഡോപ്റ്റഡ് ആണ്, എന്നാൽ തന്നെയും ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവൻ നിന്നെ പിടിച്ചു നിർത്തിയപ്പോഴും നിനക്ക് മനസ്സിലായില്ല അവന് ബുദ്ധിയും വിവരം ഉണ്ടെന്ന്, നിന്നെ കണക്കല്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. സുച്ചിക്കാകെ മിസുകാകെ റൈക്കാകെ ഒക്കെ വന്നിട്ടുണ്ട്, കസുകാകെ മാത്രം വന്നിട്ടില്ല. അപ്പോൾ അതവിടെ സംസാരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ കാഗുറയുണ്ട്, കുറോട്സുച്ചിയുണ്ട്, ഡറൂയുണ്ട്, കോൻകുറയുണ്ട്. അപ്പോൾ ഗാറ കുറച്ച് കഴിഞ്ഞേ വരുവോളെന്ന് കോൻകുറ പറയാണ്. പക്ഷെ നമ്മളുടെ ഷിൻകിയുടെ പെർഫോമൻസ് എങ്ങനെ ആയാലും എനിക്കറിയത്തില്ല, പക്ഷെ സുച്ചിക്കാകെ പറയാണ് ഞാൻ എൻ്റെ പിള്ളേരെ അങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത്, അടിപൊളിയായിട്ടോട് ചെയ്യും. ഡറൂയും പറയുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ ചെയ്യുമെന്ന്. അപ്പോൾ സായ് വരാണ്. സായ് വന്നിട്ട് ഫസ്റ്റ് ലെവൽ അനൗൺസ് ചെയ്യാണ്. അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അടിപൊളി മാസ് മറിക്കുക ട്വിസ്റ്റഡ് ആവാൻ പോണ സംഭവത്തിൽ പോവാണ്, ട്രൂ ഓർ ഫോൾസ്. ഇതാണ് ഫസ്റ്റ് ലെവലെന്ന്. നിങ്ങൾ തകിടം മറിക്കാൻ പറ്റുമെന്ന്. പിന്നെ ബൊറൂട്ട് പറയുന്നത് പിന്നെ ട്രൂ ഓർ ഫോൾസിന് ഒന്നിങ്കിൽ ട്രൂ അല്ലെങ്കിൽ തകിടം മറിച്ച് ഫോൾസ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അപ്പോഴത്തേക്കും സായ പറയണത് ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ എവിടെ നിന്നും ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് ചെല്ലണം, ആ ഒരു ലൊക്കേഷനിൽ ചെന്നതിന് ശേഷമാണ് ഈ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, വേണമെങ്കിൽ ഞാൻ എൻ്റെ ക്രൈറ്റീരിയ ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ടൈം പീസ് ഓൺ ആക്കണം. എന്നിട്ട് ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്കാണെങ്കിൽ ആകെ അരമണിക്കൂർ അങ്ങനെയാണ് സമയം കൊടുത്തേക്കണേ. എന്നിട്ട് സായി നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇവന്മാർക്ക് മനസ്സിലായത് പണിയാണെന്ന്. ഓരോരുത്തർ പോകുന്ന കണ്ടിട്ട് ബൊറൂട്ടോ എപ്പോഴാണ് ശ്രദ്ധിക്കുന്ന ടൈം പീസ് ഓണാണ്. അങ്ങനെ ബൊറൂട്ടോയും മിറ്റ്സുകയും സറാഡയും അവിടെ നിന്ന് പോവാണ്. അവരുടെ പുറകെ നിന്ന് ബാക്കി പിള്ളേരും എല്ലാവരും ഓടിത്തുടങ്ങാണ്. അതായത് അവർക്ക് മനസ്സിലായി സായി നിൽക്കുന്നത് തന്നെ ട്രാപ്പാണെന്ന്. അതെ, സായി അവിടെ വെച്ച് പറയുന്നുണ്ട് നമ്മളുടെ ഷിക്കമാറിൻ്റെ അടുത്ത് അതൊരു ട്രാപ്പായിരുന്നു, അവരെന്തായാലും എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കാരണം അത് മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് കാണിക്കുന്നത് ഇവന്മാരൊരു കാട് കടന്ന് വേണം പോവാൻ. കാട്ടിൽ കയറുമ്പോൾ തന്നെ അവിടെ ടെൻഷനാണ് നിൽക്കുന്നത്. അതായത് ഈ കാട്ടിലെ മുയലിനെ പിടിക്കാൻ തൊട്ട് വലിയ കടുവയെ പിടിക്കാൻ വരെയുള്ള ട്രാപ്സ് ഉണ്ട്, അല്ല ആനയെ പിടിക്കാൻ വരെയുള്ള ട്രാപ്സ് ഉണ്ട്. അപ്പോൾ മുയലിനെ പിടിക്കാതെ തന്നെ കുറേ അമ്മമാരങ്ങ് വീഴാണ്. അങ്ങനെ കുറേ അമ്മമാർ ഔട്ടാവാണ്, തടിയിൽ ചെന്ന് അടിച്ച് വീണ് മണ്ട പൊളന്ന് കിടക്കുന്നുണ്ട് കുറേ എണ്ണത്തിൻ്റെയൊക്കെ. എന്തൊരു കഷ്ടം. പിന്നെ ടീം ഗെൻബുവിനെ കാണിക്കണം, ഭയങ്കര സ്പീഡിൽ പോവാണ്. അൾട്ടിമേറ്റ് ടെക്നിക് 108 ടെക്നിക്, അൾട്ടിമേറ്റ് പ്രോ മാക്സ് എന്നൊക്കെ പറയാം, ഭയങ്കര ടെക്നിക്ക്. ജെറ്റ് ബ്ലാക്ക് റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തടിയിൽ തട്ടി കമിഴ്ന്നടിച്ച് വീഴാണ്. അവിടെ ഫുൾ പേപ്പർ ബോംബായിരുന്നു. അതായത് ഒരു ട്രാപ്പും അല്ല, തടിയിൽ തട്ടി മരത്തിൻ്റെ ചില്ലേ തട്ടി പോയി വീണതാണ്. എന്നിട്ട് പോയിട്ട് പേപ്പർ ബോംബ് പിടിക്കുന്നുണ്ട്, അതിൽ പിടിച്ച് ഞെക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് അവിടെ വെച്ച് പൊട്ടി തീരുന്നുണ്ട്. നമ്മളുടെ സുച്ചിക്കാക്ക് ഹാപ്പി ആയെന്ന് തോന്നുന്നു. സുച്ചിക്കാക്കെ പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ അവന്മാരെ എടുത്തിട്ട് ഇഞ്ചി ചതയ്ക്കും, നമുക്ക് ചതയ്ക്കും, അവന്മാരെ ഉടക്കാന്ന് ഞെരുങ്ങും, എന്നിട്ട് അവന്മാർ ഇവിടെ വന്ന് ഇത് ജയിക്കും, നോക്കിക്കോ ബിഗിനിങ് തൊട്ട് അവന്മാർ ഇത്ര വരയ്ക്കുമെന്ന്. അപ്പോൾ ടെൻഷൻ പറയുന്നത് ഞാൻ വിചാരിച്ച് വലിയ ട്രാപ്പിലൊക്കെ ഇവന്മാർ വീഴുമെന്ന്, ചെറുതിൽ തന്നെ വേണമല്ലോ കാര്യമായി എന്ന രീതിയിൽ. പിന്നീട് സമണിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റോബോനെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളുടെ മെറ്റലിയും ഇവാബയൊക്കെ ഷൈ ആയി പോകുന്നുണ്ട്, കാരണം അവർ പറഞ്ഞത് ഈ ടീം ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്നായിരിക്കും ഗൻബു, പക്ഷെ അവർ വെറും മോയെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ടെൻഷനെ കാണിക്കുകയാണ്. ടെൻഷൻ എന്ത് ചെയ്യുമായിരുന്നു, സമൺ ചെയ്ത് റോബോസിനെ കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ഒരുപാട് റോബോസിനെ അവിടെ കൊണ്ടുവരുവാണ്. ഷിൻകി ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, പിള്ളേരെ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, പക്ഷേ നിങ്ങളുടെ ഒരു ടൈപ്പ് ജുഡ്സുവും പുറത്തെടുക്കരുത്, ഫിസിക്കൽ അറ്റാക്ക് മാത്രം മതി ഇവരെ തകർക്കാനെന്ന്. പറ അറ്റാക്ക് തുടങ്ങാനും നമ്മുടെ ഷിൻകിയും ചേർന്ന് അറ്റാക്ക് ചെയ്യാണ്, എല്ലാണതിനെ വീഴ്ത്താണ്, അവരെ ചുറ്റുമുള്ള എല്ലാവരെയും വീഴ്ത്താണ്. ഇവരുടെ ഭാഗത്ത് മാത്രമല്ല വേറെ ഉള്ള നമ്മളുടെ ടീമുകളുടെ ഭാഗത്തും ഇത് ചെന്നിട്ടുണ്ട്. അത് ടീം യുറൂയുടെ ഭാഗത്ത് അതാണെങ്കിൽ ബബിൾ ഗം ഉണ്ടല്ലോ, യുറൂയാണ് ചെയ്യുന്നത്. ബബിൾ ഗം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബബിൾ ഗം യൂസ് ചെയ്ത് മൊത്തത്തിൽ ബൈൻഡ് ചെയ്ത് പിടിച്ച് അങ്ങനെ ഞെക്കി പൊട്ടിച്ച് കുറേ എണ്ണത്തിന് ഒട്ടിച്ചൊക്കെ കളയുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് തീർക്കുന്നുണ്ട്. പിന്നെ വേറുള്ള ടീംസും അതുപോലുള്ള ഫിസിക്കൽ അറ്റാക്ക് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു റോബോസിനെ ചെയ്യുന്നത്. കാരണം എല്ലാ ടീമിനും ഏകദേശം ഐഡിയ ഉണ്ട്, പക്ഷേ ഈ ടീം യുറൂയി കറക്റ്റ് അല്ല ചെയ്തത്, പക്ഷേ ടീം ഷിൻകി കറക്റ്റാണ് ചെയ്തത് കേട്ടോ അറ്റാക്ക്. കാരണം അവരുടെ ഫിസിക്കൽ അത് അവർ പുറത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഷിൻക
മിക്ക ബ്രദേഴ്സിനെ കാണിക്കുകയാണ്. അതിൽ അവനാണെങ്കിൽ ഈ ഒരു റോബോസിനെ കാണുമ്പോൾ തന്നെ ഹാൻഡ് ഹീൽഡ് ക്യുനായ് ലോഞ്ചർ യൂസ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അതൊരു ടൂളായിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര രീതിയിൽ അവിടെ അറ്റാക്ക് നടക്കുകയാണ്. പിന്നെയും അവരും മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇവാബയുടെ ടീം നോക്കട്ടെ, അവിടെ നമുക്കറിയാം ഫിസിക്കൽ അറ്റാക്ക് എല്ലാവരും പൊളിയാണ്. സുമുറയെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ഷിക്കർഡായും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ബൊറൂട്ടോയും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി ഇവർ ടീം വർക്കിലും കുറച്ച് ലേറ്റാണ്, എത്തിയതും കുറച്ച് ലേറ്റാണ്. കാരണം ഓൾറെഡി ഒരുപാട് ടീംസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ അല്ല വിചാരിച്ചത്, നിങ്ങൾ കുറച്ച് പേരെ എത്താവോളായിരുന്നു, എന്തായാലും എത്തിയവരെത്തട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇതാണ് ഇനി ട്രൂ ഓർ ഫോൾസ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ ട്രൂ എന്നുള്ള ആൻസർ ഉള്ളവർ ഒരു സ്ഥലത്തും ഫോൾസ് എന്നുള്ളവർ ഒരു സ്ഥലത്തും പോകണം. ഇതിൽ ആരുടെ നേർക്കാണോ കരി വീഴുന്നത് അവരെന്ത് പറ്റും, അവർ ഔട്ടാവുന്നത്. അതായത് തെറ്റ് ആൻസർ എടുത്താലാണ് കരി വീഴുന്നത് എന്ന് ഇവർ മനസ്സിലാക്കുവാണ്. അത് തെറ്റ് ആൻസർ എടുത്താൽ നമുക്ക് ബ്ലാക്ക് മാർക്കും, ശരി ആൻസർ എടുത്താൽ ഗ്രീൻ മാർക്കും വീഴും എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് 5th വോളിയത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. 5th വോളിയം ഓഫ് മിലിറ്ററി ബുക്കിൽ നമ്മളുടെ നിഞ്ചാസിൻ്റെ അതിൽ കൊടുത്തേക്കുന്ന ഒരു സിമ്പിളിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്, ഇങ്ങനെ തന്നെ ആണോ എന്ന്. അപ്പോൾ ട്രൂ എന്നുള്ളതാണോ ഫോൾസ് എന്നുള്ളതാണോ എന്ന്. അപ്പോഴത്തേക്ക് ഇവർക്ക് അറിയത്തില്ല. സറാഡ ഇതൊക്കെ വായിക്കുന്നതാണ്. പക്ഷേ സറാഡ പറയുന്നത് 4th റാങ്ക് വരെ ഞാൻ കേട്ടിട്ടുണ്ട്, 5th റാങ്ക് ഞാൻ വായിച്ചിട്ടിരുന്നത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ബുക്കുമായിട്ട് ഒരു പിടിയില്ല, അങ്ങനത്തെ ബുക്കൊന്നും ബൊറൂട്ടോ വായിക്കാറില്ല. മിറ്റ്സുക്കി ആണെങ്കിൽ എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനത്തെ കാര്യത്തൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർമാനക്കാൻ ഞാനും കൂടെ കാണുമെന്ന് പറയാണ്. അങ്ങനെ ടൈം പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാണ് നമുക്ക് എന്തെങ്കിലും തീരുമാനിച്ചേ പറ്റുള്ളൂ. ഓരോരോ ടീം, സിമുറയുടെ ടീമൊക്കെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ബൊറൂട്ടോ ടീം ഇതുവരെ തീരുമാനിച്ചില്ല. അങ്ങനെ പറയാണ് ഇപ്പം നറൂട്ടോ ആണെങ്കിൽ എന്തെടുക്കുമെന്ന്. നറൂട്ടോ പോസിറ്റീവ് എടുക്കുള്ളൂ, അത് നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് അറിയാം. പക്ഷേ സറാഡ പറയാണ് സാസുക്കി നെഗറ്റീവ് എടുക്കുള്ളൂ, ഫോൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നറൂട്ടോയുടെ ഭാഗത്തിൽ പോകണം, ട്രൂ എടുക്കണം എന്ന്. അതായത് സാസുക്കി ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ എനിക്ക് ഹൊക്കാഗെ ആവാം എന്ന് പറയാണ് സറാഡ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. സാസുക്കിയുടെ ഓപ്പോസിറ്റ് നറൂട്ടോ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇതെന്തായാലും ഒരു ഫണ്ണാണ്, നമുക്ക് പോവാം എന്ന രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഇവരുടെ ഓപ്പോസിറ്റാണ് ഷിൻകിയുടെ ടീം പോകുന്നത്. അപ്പോൾ ബൊറൂട്ടോ അല്ലെങ്കിൽ ഷിൻകി ഒരാളിപ്പോൾ തോക്കും എന്ന രീതിയിൽ നിൽക്കുകയാണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ആൻസർ ഈസ് ട്രൂ ആൻഡ് ഫോൾസ് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അത് പൊളിയാൻ തുടങ്ങുകയാണ്. എന്ത് ട്രൂ ആൻഡ് ഫോൾസോ? അത് ട്രൂ എന്നാണോ നമ്മൾ കേട്ടത്, അത് ഫോൾസ് എന്നാണോ കേട്ടെ? ബൊറൂട്ടോ വിചാരിക്കാൻ എല്ലാം തീർന്ന് ഫോൾസ് എന്നാണ് ആൻസർ. മിക്കവാറും അതായിരിക്കും. നമ്മളെല്ലാവരും പൊളിഞ്ഞ് എങ്ങോട്ടോ പോവാണ്. അപ്പോഴത്തേക്കും സറാഡയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പുറത്തും സൗണ്ട് കേൾക്കുന്നുണ്ട്, അതായത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമും പൊളിഞ്ഞു. അവർ പറഞ്ഞ എന്തുവാ, ഇവരുടെ പുറത്ത് ആരുടെ പുറത്താണോ കരി പൊരളുന്നത് എന്നാണ്. അല്ലാതെ തോക്കുന്നത് ട്രൂ വരുന്ന ആൾക്ക് ഇങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചായ് പറഞ്ഞത് കരി പൊരളുമെന്ന് മാത്രം. ഇവർ മനസ്സിലാക്കിയതാണ് ശരിയുള്ളവർക്ക് പച്ച പൊരളും അങ്ങനത്തെ രീതിയിൽ നല്ലത് വരും, തെറ്റുള്ളവർക്ക് കരി പൊരളുമെന്ന്. അങ്ങനെ നമ്മളുടെ സറാഡ പറയാണ് മിറ്റ്സുക്കി പിടിച്ചോളാൻ. അങ്ങനെ മിറ്റ്സുക്കി പിടിക്കുകയാണ്, ബൊറൂട്ടോ പിടിക്കുകയാണ്. ബൊറൂട്ടോ ഏറ്റവും തുമ്പിൽ പോയിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് മിസ്. ബൊറൂട്ടോ ഇപ്പോൾ ഫെയിലായാണ്. മിറ്റ്സുക്കിയും സറാഡ ഉള്ളത് കൊണ്ട് മാത്രം ബൊറൂട്ടോ രക്ഷപ്പെട്ടു. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ചോജു ആണെങ്കിൽ പിടിച്ച ആ ഒരു ഇതിലും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ ബബിൾ ഗം യൂസ് ചെയ്ത് യുറുവിയുടെ ടീം രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഷിൻകിക്ക് സാൻഡ് ഉള്ളതുകൊണ്ട് ഷിൻകി അത് യൂസ് ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് ട്രൂ ആയാലും ഫോൾസ് ആയാലും ശരി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ സറാഡ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഇല്ല 5th വോളിയം. അതേ കാര്യം നമ്മളുടെ ഷിക്കഡായിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു ബുക്കും ഇല്ല, സംഭവം നടത്തിയിട്ടില്ല. ഡെൻകിയുടെ ടീമാണെങ്കിൽ അവിടെ ഒരു ഇത് ബ്ലോക്ക് പോലെ ഫോം ചെയ്യാണ്. നമ്മളുടെ ഇവാബെ അത് യൂസ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അതേപോലെ മിക്കവാറും ടീമുകളും അവിടെ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഈ എക്സാം പാസ്സായിരിക്കുന്നു. അതായത് ഈ കരി വീണവന്മാർ ഇതിൻ്റെ അടിയിൽ കരിയായിരുന്നു. ഇത് രണ്ടിനും പ്ലാറ്റ്ഫോം പൊളിഞ്ഞ് താഴവും, രണ്ടിൻ്റെ അടിയിൽ കരിയായിരുന്നു. അപ്പോൾ രണ്ടിനും പിടിച്ചു നിന്നവന്മാർ രക്ഷപ്പെടും, കരിയിൽ വീണവന്മാർ തോക്കുകയും ചെയ്തു. അപ്പോൾ ബൊറൂട്ടോ കുറച്ച് പോയിരുന്നെങ്കിൽ കരി വീണേ, കാല് വരെ തട്ടാൻ പോയതാണ്. ജസ്റ്റ് മിസ്സിനാണ് പിടിച്ചത്. അത് ബൊറൂട്ടോ ഇപ്പോൾ തോറ്റണേ എന്ന രീതിയിലായി കളിയുടെ കഥ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് അതിൻ്റെ വിഷമമുണ്ട്. എന്തിനാ നറൂട്ടോ ഇങ്ങനത്തെ എക്സാമൊക്കെ വെക്കുന്നത്, ഇങ്ങനത്തെ ടെസ്റ്റൊക്കെ വെക്കുന്നത് എന്ന രീതിയിലാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. ഭയങ്കര വിഷമമുണ്ട്. അത് സറാഡയും മിറ്റ്സുക്കിയും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ബാക്കി ടീമുകൾ ഇവനെ കളിയാക്കുന്നുണ്ട്. യുറൂയൊക്കെ നീയൊക്കെ ജസ്റ്റ് മിസ്സിന് പാസ്സായി വന്നത് ഞാൻ കണ്ട്, നീയൊക്കെ ജസ്റ്റ് മിസ്സിന് പാസ്സായി വന്നത് എനിക്കറിയാം, നിൻ്റെ കാല് തട്ടാൻ പോയി ഞാൻ കണ്ട്, നീ ഇപ്പോൾ ഫെയിലായനെ എന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് നല്ല രീതിക്കും വിഷമാവുന്നുണ്ട്. ഇതൊക്കെ ഷിൻകി നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ഷിൻകിക്കും ആദ്യം ആ ഗെയിമിൻ്റെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലായില്ലായിരുന്നു.
പിന്നെ നമ്മളുടെ ഷിക്കമാറു ഷിക്കഡായിനെ കാണാൻ പോവാണ്. നറൂട്ടോ പോയിട്ട് ബൊറൂട്ടോനെ കണ്ടിട്ട് കൺഗ്രാറ്റുലേഷൻ പറയണമെന്ന് നറൂട്ടോനോട് ഷിക്കമാറു പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നറൂട്ടോ നോക്കാം എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബൊറൂട്ടോനെ കാണിക്കുകയാണ്. ആ ഡിവൈസ് ബൊറൂട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇത് ഉപയോഗിക്കേണ്ടി വരുമോ വേണ്ടേ എന്നൊക്കെ. അപ്പോൾ ഒരു മെസ്സേജ് വരാണ്. അതെടുത്ത് നോക്കുമ്പോൾ നറൂട്ടോ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, നീ ഫസ്റ്റ് റൗണ്ട് പാസ്സായി മിടുക്കൻ എന്നാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുപ്പിഡ് മനുഷ്യൻ, ഇയാളെ കൊണ്ട് തോറ്റു മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നറൂട്ടോ ഇങ്ങനെ അയച്ചത് കൊണ്ട് തന്നെ ബൊറൂട്ടോയ്ക്ക് കുറച്ചുകൂടി ഇതാവാണ്. എങ്ങനെയെങ്കിലും ഞാനിത് പാസ്സാവും, ഇത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഇത് ഉപയോഗിക്കും ആ ഡിവൈസ് നോക്കി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇത് പാസ്സാവും, ഞാനിപ്പോൾ ഫെയിലായേനെ. ഇതെല്ലാം അയാളുടെ പ്ലാനാണ്. അയാൾക്ക് കുറച്ച് പിള്ളേർ പാസ്സായാൽ മതി എന്നാണ്. അയാൾ എന്നെ ടെസ്റ്റ് ചെയ്യാണ് ഞാൻ പാസ്സാവുമെന്ന്. അയാൾ കാണിച്ചു കൊടുക്കണം എന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, നോക്കുമോ നിങ്ങളിവിടെ വരുത്തിക്കും എന്ന രീതിയിൽ പറയാണ്. സെക്കൻഡ് റൗണ്ടും ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, അത് ഞാൻ ജയിക്കും, എന്നെ കൊണ്ട് പറ്റും എന്ന് ബൊറൂട്ടോ പറയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. എപ്പിസോഡ് ഞാൻ കുറച്ച് ലാഗ് ആവുന്നതുകൊണ്ട് എനിക്കറിയാം, ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്യത്തില്ല, കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാറ്റ.